തമിഴ് സൂപ്പർ താരം സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമായ കറുപ്പ് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ്. എന്നാൽ റിലീസിന് പിന്നാലെ വലിയൊരു വിവാദമാണ് ഈ ചിത്രം സൃഷ്ടിച്ചത്. ചിത്രത്തിനെതിരെ നിരോധനം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി വരെ എത്തി. എന്നാൽ ഇപ്പോൾ സിനിമാ പ്രേമികൾക്കും അണിയറ പ്രവർത്തകർക്കും വലിയ ആശ്വാസം നൽകിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്താണ് കറുപ്പ് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം? എന്തുകൊണ്ടാണ് സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? കോടതി എന്താണ് ഇതിൽ പറഞ്ഞത്? തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. സൂര്യ നായകനായി എത്തിയ കറുപ്പ് എന്ന സിനിമയിൽ അദ്ദേഹം അസാധ്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയുടെ കളക്ഷനും നിരൂപക പ്രശംസയും ഇത് തെളിയിക്കുന്നു. മലയാളികളുടെ പ്രിയ താരം ഇന്ദ്രൻസും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. എന്നാൽ ചിത്രത്തിലെ ചില രംഗങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് ഒരു വിഭാഗം ആളുകൾ ഉന്നയിച്ചത്. അഡ്വക്കേറ്റ് RS തമിഴ്വേണ്ടൻ എന്നയാളാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ചിത്രത്തിനെതിരെ ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഹർജിയിലെ പ്രധാന ആരോപണം സിനിമ ഇന്ത്യൻ ജുഡീഷ്യറിയെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു എന്നതാണ്. സിനിമയിൽ ഒരു ജഡ്ജി കൈക്കൂലി വാങ്ങുന്നതായും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായും കാണിക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഇത്തരം രംഗങ്ങൾ ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ കാരണമാകുമെന്നാണ് ഹർജിക്കാരൻ വാദിച്ചത്. അതിനാൽ തിയേറ്ററുകളിലും അതുപോലെ തന്നെ വരാനിരിക്കുന്ന OTT പ്ലാറ്റ്ഫോമുകളിലും ഈ സിനിമയുടെ പ്രദർശനം നിരോധിക്കുകയോ അല്ലെങ്കിൽ ആ രംഗങ്ങൾ നീക്കം ചെയ്യുകയോ ചെയ്യണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. ഇതിനായി തമിഴ്നാട് ആഭ്യന്തര വകുപ്പിനും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിനും സെൻസർ ബോർഡിനും കർശന നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം കോടതിയോട് അഭ്യർത്ഥിച്ചു. നീതിന്യായ വ്യവസ്ഥയോടുള്ള ബഹുമാനം തകർക്കുന്ന ഇത്തരം സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വാദം. എന്നാൽ ഈ ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങളാണ് നടത്തിയത്. ജസ്റ്റിസ് GR സ്വാമിനാഥൻ, ജസ്റ്റിസ് V ലക്ഷ്മിനാരായൺ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി തള്ളിക്കളഞ്ഞത്. സിനിമയുടെ പ്രദർശനത്തിൽ ഇടപെടാൻ കോടതി തയ്യാറല്ലെന്ന് ജഡ്ജിമാർ വ്യക്തമാക്കി. ഇതിനവർ പറഞ്ഞ പ്രധാന കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു സിനിമ നിർമ്മിക്കുന്നവർക്കും അത് സംവിധാനം ചെയ്യുന്നവർക്കും അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. സിനിമ എന്ന കലാരൂപത്തിൽ കോടതി ഇടപെടുന്നത് ശരിയല്ലെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. ഹർജിക്കാരന്റെ അഭിഭാഷകൻ കോടതിയിൽ വീണ്ടും വാദിച്ചത് സിനിമ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ വളരെ മോശമായി കാണിക്കുന്നു എന്നാണ്. ഇതിന് കോടതി നൽകിയ മറുപടി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. ജഡ്ജിമാർ ചോദിച്ചത് ഇങ്ങനെയാണ്: അത് സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും കാഴ്ചപ്പാടോ അഭിപ്രായമോ ആകാം. അതിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? ഇത് മാത്രമല്ല, കോടതി വളരെ യാഥാർത്ഥ്യബോധ്യമുള്ള മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടി. സമൂഹത്തിൽ ധാർമ്മികതയില്ലാത്ത ചില അഭിഭാഷകരും അഴിമതിക്കാരായ ചില ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നത് സത്യമാണ്. സിനിമയിൽ അതിനെ കുറച്ചുകൂടി അതിശയോക്തിയോടെ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഒരു സിനിമ നിരോധിക്കാൻ കഴിയില്ല എന്ന് കോടതി ഉറപ്പിച്ചു പറഞ്ഞു. ഈ വിധി ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപാട് കാലമായി സിനിമകളും സെൻസർഷിപ്പും തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കാറുണ്ട്. പലപ്പോഴും രാഷ്ട്രീയക്കാരെയോ പോലീസുകാരെയോ വിമർശിക്കുന്ന സിനിമകൾ വരാറുണ്ടെങ്കിലും ജുഡീഷ്യറി വിമർശിക്കുന്ന സിനിമകൾ വളരെ അപൂർവമാണ്. സംവിധായകനും അണിയറ പ്രവർത്തകരും ആ ഒരു ധൈര്യം ഈ സിനിമയിലൂടെ കാണിച്ചു. ഒരു കലാകാരന് സമൂഹത്തിലെ ഏത് വ്യവസ്ഥിതിയെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. സിനിമ എന്നതൊരു ഫിക്ഷനാണ്. അതിൽ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് ജനങ്ങൾ മുഴുവൻ ജുഡീഷ്യറിയെ അവിശ്വസിക്കും എന്ന് ചിന്തിക്കുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് മദ്രാസ് ഹൈക്കോടതി ഈ വിധിയിലൂടെ അടിവരയിട്ട് പറയുന്നു. ചുരുക്കത്തിൽ, അഡ്വക്കേറ്റ് തമിഴ്വേണ്ടന്റെ ഹർജി കോടതി തള്ളിക്കളഞ്ഞതോടെ സൂര്യയുടെ കറുപ്പ് സിനിമയ്ക്ക് യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഇനിയും തിയേറ്ററുകളിൽ പ്രദർശനം തുടരാം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വലിയ വിജയമായാണ് സിനിമാ ലോകം ഈ വിധിയെ നോക്കിക്കാണുന്നത്.